ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇ-പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ മുൻഗണനാ കാർഡ് ഉടമകൾക്ക് ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ലെന്ന് ഭക്ഷ്യവകുപ്പ്. ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ മസ്റ്ററിംഗ് നടത്തിയവർക്കും ഇത് ബാധകമാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരേ സമയം എത്തി മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട 47 ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് നടത്തിയതായാണ് കണക്ക്. ഈ വിഭാഗത്തിലെ 1.53 കോടി അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഒക്ടോബർ 8-ന് മുമ്പായി പൂർത്തിയാകും. സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ ഇ-കൊമേഴ്സ് അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. പ്രധാനപ്പെട്ട അറിയിപ്പ്: വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള അറിയിപ്പെത്തി. പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി പെൻഷൻ ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. നിലവിൽ മസ്റ്ററിംഗ് സമയപരിധി ഈ മാസം 30 വരെയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക. ഓണം കഴിഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ട്രഷറിയിൽ അതിരൂക്ഷ നിയന്ത്രണം ഏർപ്പെടുത്തി. സർക്കാർ 5 ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല. നേരത്തെ 25 ലക്ഷം രൂപയായിരുന്നു പരിധി. തദ്ദേശ സ്വയംഭരണക്കാരെയും കരാറുകാരെയും നിയമം ബാധിക്കും. വിവിധ വകുപ്പുകളുടെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസമുണ്ടാകും. ബില്ലുകൾ മാറുന്നതിന് 5 ലക്ഷം എന്ന പരിധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിതരണത്തിനും കാലതാമസമുണ്ടാകും.